കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 14, 7 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടി ആയിരുന്നിട്ടും ഫിലിപ്പോസെ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറഞ്ഞത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യ വായന നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, നിത്യജീവന് വളരെ ആവശ്യമായിട്ടുള്ളതാണ് ദൈവവചനം. അത് യോഹന്നാൻ്റെ സുവിശേഷം 5:24 വായിച്ചാലും, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിത്യജീവന് ദൈവവചനം വളരെ ആവശ്യമാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു, യഹൂദരെ അസൂയ പൂണ്ടപ്പോൾ അവർ ചെയ്തൊരു കാര്യം വചനത്തിന് വിലങ്ങുതടിയായി. ഞങ്ങൾക്ക് നിങ്ങളുടെ വചനമൊന്നും വേണ്ട, നിങ്ങളുടെ സുവിശേഷമൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ യഹൂദരെ വിട്ടിട്ട് വിജാതിയരുടെ അടുത്തേക്ക് പോകുന്ന പൗലോസിനെയും ബർണ്ണബാസിനെയും നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വചനം അതില്ലാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം വചനം ദൈവം തന്നെയാണ്. ഈ ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് ജീവിക്കുന്നതാണ് നിത്യജീവൻ എന്നുള്ളത് 1 യോഹന്നാൻ 5:11-12 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ആ സത്യം. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ഈ ജീവൻ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവർക്കാണ് നിത്യജീവൻ, സ്വന്തമാക്കാത്തവർക്ക് നിത്യജീവൻ ഇല്ലയെന്ന് വ്യക്തതയോടെ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അസൂയ എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് ചേർന്നതല്ല. അസൂയ ചെല്ലിത് നിസ്സാരമായൊരു കാര്യമായിട്ട് എടുത്തേക്കാം. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, സുഭാഷിതങ്ങൾ 14:30 വായിച്ചാൽ, അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കും. അപ്പോൾ അതെത്ര ഗൗരവമുള്ള കാര്യമാണ്. അസൂയ അസ്ഥികളെപ്പോലും ജീർണിപ്പിക്കും. ഉത്തമഗീതം 8:6 വായിച്ചാൽ, അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. ഇങ്ങനെ 1-2 വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ പാപം എത്ര ഗൗരവമുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചേർന്ന് പോകുന്നതല്ല. മറ്റുള്ളവർക്ക് വേദന വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അസൂയയുടെ വേര് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. മറ്റുള്ളവർക്ക് വേദന വരുമ്പോൾ നമുക്ക് സന്തോഷം, മറ്റുള്ളവർക്ക് സന്തോഷം വരുമ്പോൾ നമുക്ക് വേദന, ഇത് രണ്ടും അസൂയയെ സൂചിപ്പിക്കുന്നതാണെന്ന് വിശുദ്ധരും പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റോമാലേഖനം 12:15 വായിച്ചാൽ മതി. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാൻ പഠിക്കണം, വേദനിക്കുന്നവരോടൊത്ത് വേദനിക്കാൻ പഠിക്കണം. അതാണ് സഹാനുഭൂതി എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്, കമ്പാഷൻ, സഹാനുഭൂതി.
ഇതുള്ളവരാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം ഇന്നത്തെ ആദ്യ വായനയുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവമക്കൾ അവരുടെ വിശ്വാസം ആക്റ്റീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഉളവാകുന്ന ഒരു കാര്യം ഇന്നത്തെ ആദ്യ വായന നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു വൈരികളിൽ അസൂയ ഉളവാക്കണം. ക്രിസ്തു വൈരികളിൽ, നമുക്ക് അസൂയ നല്ലതല്ല, പക്ഷേ ക്രിസ്തു വൈരികൾക്ക് അസൂയ ഉണ്ടാകണം. അതെപ്പോഴാണ് സംഭവിക്കുക? പൗലോസും ബർന്നബാസും ശക്തമായിട്ട് സുവിശേഷം പ്രസംഗിച്ചു. അവർ സ്വയം മറന്ന് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചു. ക്രിസ്തു വൈരികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവരെ അവിടുന്ന് ഓടിച്ചു. അവർ യഹൂദരെ വിട്ടിട്ട് വിജാതീയരുടെ പക്കലേക്ക് പോകുന്ന ഒരു രംഗം, അതാണ് നമ്മൾ ഇന്നത്തെ ആദ്യ വായനയിൽ കണ്ടത്. ഇനി നമ്മളിൽ ചിലരെ കാണാൻ സാധിക്കും, അവർ ഗുണമോ ഇല്ല ദോഷമോ ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരാണ്, മന്ദോഷണാവസ്ഥ. അങ്ങനെയുള്ളവരാരും ക്രിസ്തു വൈരികളിൽ അസൂയ ജനിപ്പിക്കില്ല. പക്ഷെ നമ്മൾ ക്രിസ്തുവിന് എതിരായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മുടെ ജീവിതം കാണുമ്പോൾ അസൂയ ഉണ്ടാകണം. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ആക്റ്റീവായിട്ട് നമ്മുടെ വിശ്വാസം ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുക. സുവിശേഷ ഭാഗമാണെങ്കിലും നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യേശുവാകുന്ന വഴി കണ്ടെത്തി ആ വഴിയെ സഞ്ചരിക്കേണ്ടവരാണ് ദൈവമക്കൾ. കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ് യോഹന്നാൻ 14:6 വായിച്ചാൽ, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഇനി ഇന്ന് പലരും ഇന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യമെന്ന് നമുക്ക് തോന്നിപ്പോകും. യേശുക്രിസ്തുവിനെ പലരും കാണുന്നത് എളുപ്പവഴിയായിട്ടാണ്. യഥാർത്ഥ വഴിയായി കാണുന്നതിനേക്കാൾ എളുപ്പവഴി. എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ ഉടനെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ, അതല്ലെങ്കിൽ ഉപവാസം നോക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ആരെങ്കിലൊക്കെ ഇന്ന കാര്യം ചെയ്തപ്പം കാര്യം നടന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ആ വഴിക്ക് പോകാൻ റെഡിയാണ്. നമ്മൾ യേശുവിനെ കാണേണ്ടത് യഥാർത്ഥ വഴി. യഥാർത്ഥ വഴി എന്ന് പറഞ്ഞാൽ ആ വഴിയെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം, പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നമുക്കുണ്ടായേക്കാം. 2 തീമോത്തി 3:12 നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ പീഡിപ്പിക്കപ്പെടും. ഇതാണ് പൗലോസിനും ബർന്നബാസിനും സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കാര്യം അത് പ്രതീക്ഷിച്ച് വേണം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അല്ലാത്തവർക്ക് ക്ലേശങ്ങളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ അവർ ഷെയ്ക്കാകും, അവർ ഇളകാൻ തുടങ്ങും. വിശ്വാസം അത് ഇളകാൻ തുടങ്ങും. വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചെന്നും വരും. വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാനിതൊക്കെ പ്രതീക്ഷിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അങ്ങനെയുള്ളവർക്ക് ഈ ലോക ജീവിതത്തിൽ കർത്താവ് സുരക്ഷിതത്വം നൽകും. മാത്രമല്ല പരലോക ജീവിതത്തിൽ സ്വർഗീയ സൗഭാഗ്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ ഈ ബലിയിൽ നമുക്ക് തീരുമാനമെടുക്കാം. അതിനുവേണ്ട അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.